ആ ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. പ്യുവർ എന്താ പറയണ്ടേ, ഒരു പുൾ ബാക്കാണ്. പുൾ ബാക്ക് മാത്രമല്ല, നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. പുൾ ബാക്കിൽ മാത്രമല്ല, പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. 2 ക്യാൻഡിൽ നോക്കിയോളൂ നിങ്ങൾ. ഫസ്റ്റ് ക്യാൻഡിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് കാണിച്ചാൽ അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നോക്കൂ, ഈ ക്യാൻഡിൽ സ്ട്രോങ് അപ്പർ ബിക്ക് മുകളിലുണ്ട്. ക്ലോസിംഗ് എന്ന് പറയുന്നത് തലേദിവസത്തെ ക്ലോസിനേക്കാളും താഴെയാണ്. അതിനേക്കാളും താഴെയാണ് ഇന്ന് വന്ന ക്ലോസിംഗ് എന്ന് വെച്ചാൽ ഇന്ന് അപ്പർ ബിക്കേ ഇല്ല, കംപ്ലീറ്റ് നേരെ താഴത്തേക്കാണ് പോയിരിക്കുന്നത്. സോ ഇതിനെവിടെ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചോദ്യമാണ്. കാര്യം നമ്മൾ ഈ ഇലക്ഷൻ ടൈമിൽ ഹൈ വോളറ്റിലിറ്റി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രോബിലിറ്റീസും തെറ്റാൻ സാധ്യതയുണ്ട്. കാര്യം ഇതെല്ലാം ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള വോളറ്റിലിറ്റിയാണ്. അപ്പോൾ വോളറ്റിലിറ്റി ഒന്ന് സെറ്റിലാണ് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലെവലാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ലെവലിൽ കണ്ടോ, കറക്റ്റ് അവിടെ തന്നെ സപ്പോർട്ട് എടുത്തു. സോ ഈ ലെവലിൽ സപ്പോർട്ട് എടുക്കാം. ഇനി അഥവാ ആ ലെവലിൽ സപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ് അല്ലേ, സംതിങ് അറൗണ്ട് 1.52% അപ്രീസിയേഷൻ കൊടുത്ത ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാൻഡിലിൻ്റെ പകുതിയുടെ റേഞ്ചിൽ സംതിങ് അറൗണ്ട് ഈ ഒരു റേഞ്ചിലും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട് ശരിക്കും. സോ ഇത് രണ്ടും സ്ട്രോങ് സപ്പോർട്ട്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആദ്യം വരച്ച ലെവലിനെക്കാട്ടിലും ഈ ലെവലിൽ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് കുറേ കൂടെ ഒരു ആക്യുറസി കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. പക്ഷേ മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് ഏത് ലെവലിലാണ് മാർക്കറ്റ്. കാര്യം ഇനിയത്തെ ദിവസങ്ങൾ, കാര്യം ഇന്നത്തെ ദിവസം ഉൾപ്പെടെ ബുധൻ, വ്യാഴം, വെള്ളി, തിങ്കൾ, ചൊവ്വ എന്ന് പറയുന്നത് ഹൈ വോളറ്റിലിറ്റിയുടെ ഡേയ്സാണ്. സോ ഇന്നത്തെ ഡേയ്സിൽ നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ലാഭം എന്നുള്ളത് ഇപ്പോൾ വേണം, നമുക്ക് മാർക്കറ്റ് അങ്ങനെ കിടക്കുമല്ലേ, നമുക്ക് നാളെ തന്നെ ലാഭം ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഫസ്റ്റ് പ്രിയോറിറ്റി. ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് കിടക്കാം. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ചാർട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ലെവലിലാണ് കാണിച്ചിരിക്കുന്നത്. 15 മിനിറ്റ്സ് ലെവലാണ് ഈ വരച്ചിട്ടിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി അവിടുന്ന് തന്നെയാണ് സപ്പോർട്ട് എടുത്തത്. നോക്കൂ, ഇന്നലത്തെ 15 മിനിറ്റ്സ് ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ആദ്യം സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും അവിടെ 3-4 ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു 15 മിനിറ്റ്സിൽ, എന്നിട്ടാണ് അകത്തേക്ക് പോയത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എന്താ സംഭവിക്കുന്നത്, ബാങ്ക് നിഫ്റ്റിയിൽ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ലെവലാണ് ഹൈസ് ക്രിയേറ്റ് ചെയ്തു, അടുത്ത വലിയ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ലോവർ ഹൈ ക്രിയേറ്റ് എന്ന് വെച്ചാൽ ക്ലിയർ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആദ്യം പോലും വീക്കാണ്. കഴിഞ്ഞ നിഫ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ട് പോലും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പരിധിക്കുള്ളിൽ കയറാൻ സാധിച്ചില്ലെന്ന് പറയുമ്പം അത് ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്നെസ്സിനെ കാണത്തെ. അപ്പോൾ മാർക്കറ്റ് പൊതുവെ വീക്കാകുമ്പോൾ വീക്ക്നെസ് കൂടുതലായിട്ട് തുറന്ന് കാണിക്കണം, അതാണ് നാച്ചുറൽ ആയിട്ടുള്ള സംഗതി. സോ അതുകൊണ്ട് തന്നെ പല ലെവൽസും നമുക്ക് ആ വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കും ബാങ്ക് നിഫ്റ്റിയിൽ. ഇനിയൊരു കാര്യം, ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് എന്നൊക്കെ വേണം പറയാം. ഈ ലെവലിൽ സപ്പോർട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ ഈ ലെവലിൽ നമുക്ക് ഈ ഒരു ലെവലാണ് അടുത്ത ഒരു സോൺ എന്ന് പറയുന്നത്. ശരി, ഈ ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. ആ ലെവലും കൂടെ തട്ടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു സോണിൽ ലോ പൊളാരിറ്റി ലെവലാണ്. ഈ ഒരു സോണാണ് നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു ലെവലെന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. സോ ഈ സോൺ വന്നിട്ട് ഇറ്റ്സ് സംതിങ് അറൗണ്ട് കുറച്ചുകൂടെ നമുക്ക് നീട്ടി വരയ്ക്കാം. ഈ സോൺ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് എന്താ പറയണ്ടേ, 48,958-നും 48,905-നും 48,900 മുതൽ 48,960 വരെയുള്ള ചെറിയൊരു സോണാണ് ശരിക്കും. സോ ഈ സോണിൽ സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അല്പം കൂടെ വേണ്ട സോൺ നമുക്ക് കുറച്ചുകൂടെ താത്താൻ പറ്റും. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. സോ ഈ സോൺ എന്ന് പറയുന്നത് ശരിയാണ് 48,874, 48,900 സ്ഥാനത്ത് 875 എന്ന് കൂട്ടിക്കും. സോ ഈ ഒരു സോണിൽ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കാര്യം ഇലക്ഷൻ റിസൾട്ട് വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഗ്രീഡ് ആൻഡ് ഫിയർ ഫാക്ടർ മാർക്കറ്റിൽ ഹയ്യസ്റ്റ് ആണ്. ഈ ഹയ്യസ്റ്റ് ആകുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. സോ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് ഈൽഡ് കൊടുത്ത കമ്പനിയാണ് ആസ്റ്റർ DM, 31.45% ആണ് കൊടുത്തത്. എക്സ്ചേഞ്ചിങ് സൊല്യൂഷൻ കൊടുത്ത ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 26.1% ആണ്. ബൻസാലി എഞ്ചിനീയറിംഗ് പോളിമർ കൊടുത്ത ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 13.74% ആണ്. ബാൻകോപ്പ് പ്രൊഡക്ട്സ് കൊടുത്ത ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 5.33% ആണ്. പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത് കൊടുത്ത ഡിവിഡൻഡ് ഈൽഡ് 5.19 ആണ്. സ്റ്റൈറനിക്സ് പെർഫോമൻസ് കൊടുത്ത ഈ ഡിവിഡൻഡ് ഈൽഡ് 5.05 ആണ്. ഗുജറാത്ത് നർമദ വാലി ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് കൊടുത്ത ഈ ഡിവിഡൻഡ് ഈൽഡ് 4.51 ആണ്. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് കൊടുത്ത ഡിവിഡൻഡ് ഈൽഡ് 4.48 ആണ്. നൊവാർട്ടിസ് ഇന്ത്യ കൊടുത്ത ഈൽഡ് 4.38 ആണ്. ഗുഡിയർ ഇന്ത്യ കൊടുത്ത ഡിവിഡൻഡ് ഈൽഡ് 4.34% ആണ്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ വേണ്ടി ഷെയർ ചെയ്യുന്നുള്ളൂ. നമുക്ക് ബെസ്റ്റ് സ്റ്റോക്കിലേക്ക് നല്ല റിസൾട്ട് കൊടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ നല്ല റിസൾട്ട് എടുത്ത ഒരു സ്റ്റോക്കാണ് ജയകുമാർ ഇൻഫ്ര എന്ന് പറയും. സ്റ്റോക്കിൻ്റെ പേര് മാർക്കറ്റ് ക്യാപ്പ് 5126 ആണ്. സ്റ്റോക്ക് ഈസ് 15.6, ഇൻഡസ്ട്രി പീസ് 19.7.
ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് വെരി ഗുഡ് 46.6 ആണ്. ഡെറ്റ് വലിയ കടവില്ലാത്ത കമ്പനി 0.22 ഡെറ്റ് കിട്ടിയ റേഷ്യോ 593 കോടിയെ കടവ് ലൂസ് ചെയ്ത് ക്വാർട്ടർ റിസൾട്ട്. കഴിഞ്ഞ മാർച്ച് ടോപ്പ് ലൈൻ 1134 ആണ്, ഇത്തവണ ടോപ്പ് ലൈൻ 1425 ആണ്. കഴിഞ്ഞ ഡിസംബറിൽ 1219 ആയിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 159 കോടി നിന്ന് 179 കോടി, കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത്തവണ 203 കോടി. ആൻഡ് ഈ കോടിയുടെ മാത്രമല്ല, നിങ്ങൾ നോക്കൂ 159, 162, 160, 179, 203 കൺസിസ്റ്റൻസിയാണ് കാണിക്കുന്നത് അല്ലേ. 14% OPM എക്സ്പാൻഷൻ 15% ആണ്. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 1% ഹിയർ ആൻഡ് ദർ ഡിഫറൻസ് ഈസ് ഓൾവേസ് ദർ. അതിൻ്റെ അകത്ത് വല്ല കാര്യമൊന്നുമില്ല. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കാം, P&L അക്കൗണ്ട് നോക്ക്. 597 കോടിയിൽ നിന്നാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 704 കോടിയായത്. എക്സലൻ്റ് ആണല്ലേ. 14% OPM എക്സ്പാൻഷൻ 14 തന്നെയാണ്. 4093 കോടിയിൽ നിന്ന് സെയിൽസ്, ടോപ്പ് ലൈൻ 4879 കോടിയായി. 36 രൂപ എന്നുള്ള EPS വന്നിട്ട് 43 രൂപയായി. ഡീസൻറ്റ് റിസൾട്ടാണ്. ഇറ്റ്സ് ഡീസൻറ്റ് റിസൾട്ട്, ഒരു സംശയം വേണ്ട. റിസർവ് വന്നിട്ട് 2032 നിന്നും 2604 ബോറോയിൻസ് 547, 593 ആയി. എന്നാലും വിത്തിൻ ലിമിറ്റാണ്. കാരണം റിസർവിൻ്റെ പകുതിയുടെയും താഴെയുള്ളൂ ബോറോയിൻസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 115 കോടി ഓൾറെഡി ഉണ്ട്. ഫിക്സഡ് അസറ്റ് 925 971 ആയി. ആൻഡ് വിൽ സീ ദ റേഷ്യോസ്. നോക്കൂ, ക്യാഷ് കറണ്ട് സൈക്കിൾ ദേ വർ ഏബിൾ ടു മെയിൻറ്റെയിൻ ടു an extent. ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 66 79 ടെസ്റ്റ് ഓൺ വീക്ക് മച്ച് ഡിഫറൻസ്. ആൻഡ് സ്റ്റൈറോളിംഗ് പാറ്റേൺ പ്രൊമോട്ടോൾ 46.64, FIS 10.14, 8.7 ആണ് 10.14 ആയത്. DA 16.64 they were able to maintain it. ജനങ്ങളുടെ 28 എന്നുള്ള 26.73 ആയിട്ട് കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത് ഈ PPT കോൺകോൾ പോവുക, മെയ് 2024 PPT എടുക്കുക. PPTയിലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് വായിച്ചു നോക്കിയാൽ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. അതാണ് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്.